ചേച്ചിയുടെ വീട്ടിൽ പോവാ. ഇന്നവിടെ അടക്കിപ്പുറക്കൽ ദിവസമാണ്. ചോറ് കറികള് നമുക്ക് അവിടെ പാലുകാച്ചിൽ കഴിഞ്ഞിട്ടില്ലല്ലോ, ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. പാലുകാച്ചിൽ 2 ദിവസത്തിനുള്ളിലുണ്ട്. അപ്പൊ കിടക്ക കൊണ്ടുപോകാനായിട്ട് ബിൻചേട്ടപ്പോ വരും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ബാഗിന്റെ ശബ്ദം, വണ്ടിയുടെ ശബ്ദമാണ് ആ കേൾക്കണം. നമ്മള് കിടക്ക കയറ്റേണ്ട കാരണം അവിടെ നമ്മുടെ ഗംഭീര മഴയാ. അപ്പൊ ഇനിയിപ്പൊ കെട്ടിപ്പൂട്ടിയിട്ട് വേണമായിരിക്കും പോണെങ്കിൽ. അപ്പൊ ബിനുവേട്ടപ്പോ വരും. അതിനേക്കാളും മുന്നേ നമുക്ക് ഒന്ന് സെറ്റായിട്ട് നിക്കാം. അതിരാവിലെ ശ്രീകുട്ടൻ പോയിട്ടുള്ളോട്ടാ. നമ്മുടെ ദിവസം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. മാത്രല്ല അതേ അപ്പുറത്ത് ഭാഗ്യമുണ്ട്, അവിടെ തന്നെ തുറച്ചു നോക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പറയൂ ഭാഗ്യ. അങ്ങനെ കുറച്ച് ദിവസം മുന്നേ നിങ്ങൾ എന്നോട് ചോദിച്ചായിരുന്നു ഇതൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ശ്രീന്ന്, അതായത് ഈ ബെഡ്. അപ്പോൾ ദാ ഇതിന് വേണ്ടിയിട്ടാണ് ബിനുവേട്ടൻ വന്നിരിക്കുന്നത് കേട്ടോ. ബിനുവേട്ടനും ഭാഗ്യനും കൂടി എല്ലാം സെറ്റാക്കി വണ്ടിയിൽ കെട്ടിവെച്ച് കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ്. മുകളിലത്തെ പഴയതാ അലകാനുണ്ടാ. വണ്ടിയിൽ എന്തെങ്കിലും ചെളിയുണ്ടാവും. മുണ്ടൊക്കെ വളച്ചു കുത്തി പിന്നെ കിടക്കയുമായി പോകുന്നു. നല്ല കരണ്ടെന്നാ പറയണതിന്. അങ്ങനെ ബെഡ് നമ്മൾ കൊണ്ടുപോവാണ് കേട്ടോ. ഈ വരുന്ന സൺഡേ ആണ് നമ്മൾ പാല് കാച്ചാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞുല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് അമ്മേനൊക്കെ കൊണ്ടുവരേണ്ട കാരണം കൊണ്ട് അങ്ങനെ വലിയ രീതിയിലൊന്നും നമ്മൾ ആഘോഷിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഇത് അമ്മയുടെ ബെഡാണ്, നമുക്ക് റിവ്യൂവിന് വന്ന ബെഡാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തിനാ ശ്രീ അത് പൊട്ടിച്ചെന്ന്. റിവ്യൂ ആകുമ്പോൾ നമുക്ക് പൊട്ടിക്കാണ്ട് പറ്റില്ലടാ. അപ്പോൾ പിന്നെ വേറൊരു ബെഡ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല വെയിറ്റ് ഉള്ള ബെഡാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഓണത്തിന് ബെഡ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മേടിച്ചോളൂ. ഞാൻ പേഴ്സണലായിട്ട് ഒരെണ്ണം മേടിച്ചിട്ട് ഈ കഴുത്ത് വേന കുറയാൻ വേണ്ടിയിട്ടേ ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടിട്ടുണ്ട്. ഞാൻ അൺബോക്സിങ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ പേഴ്സണലായിട്ട് മേടിച്ചതാണ്. പിന്നെ ഇവിടെയാണ് ചേച്ചിയും ചേട്ടനൊക്കെ കിടക്കാറുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ. ഈ ഒരു ബെഡ് താഴത്തേക്ക് ഇറങ്ങിയിട്ടിട്ട് അവർ രണ്ടാളും മുകളിൽ കിടക്കും, കുഞ്ഞൻ താഴെ കിടക്കും. അങ്ങനെയാണ് ആ റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ആ ഒരു ആവശ്യമില്ല. നമ്മൾ ബെഡൊക്കെ ആ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ വീട് ഓണത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് പ്രവേശിക്കാറായിട്ടുണ്ട്. ആകെ പൂപ്പലൊക്കെ പിടിച്ചു. കാർബണേറ്റും എപ്പോഴും പൂപ്പൽ പിടിക്കുള്ളൂ പെട്ടെന്ന്. ഒരു 2 വർഷമായിട്ടാ, പെട്ടെന്നൊന്നല്ല. നമ്മളിപ്പോൾ ആലോചിക്കാൻ പറ്റുന്നുണ്ടോ അല്ലേ, 2 വർഷമായി. അങ്ങനെ 2ാമത്തെ ബെഡും നമ്മൾ കയറ്റി ഇത് അവിടേക്ക് ഇട്ടിട്ടുണ്ട്. 2 വർഷത്തിനുള്ളിൽ 2 വീട്. എൻ്റെ ദൈവമേ, അതൊരു കടമ്പയായിരുന്നു കേട്ടോ. ദൈവമേ, അത് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ലടാ. പക്ഷെ അതെങ്ങനെയോ ദൈവം സാധിച്ചു തന്നു എന്നുള്ളതാണ്. ചേച്ചിയുടെ വീട്ടിലേക്ക് എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം ആയിട്ടുണ്ട്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ജെനി ആൻറ്റി മേടിച്ച് തന്നത്, രാജലക്ഷ്മി ആൻറ്റി നമുക്ക് ഫാനിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നത്, 2 ബെഡ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്, അച്ഛൻ്റെ അമ്മേരെയും കഷ്ടപ്പാട്, അവരുടെ കോൺട്രിബ്യൂഷൻ, ഏട്ടായിരെ കഷ്ടപ്പാട്, ഏട്ടായിരം ഇത്ര നാളത്തെ സമ്പാദ്യം, എൻ്റെ പൊന്നി, അതെല്ലാം കൂടെ അതങ്ങോട്ട് അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ, നമുക്കൊരു ഓവനും കൂടി കയറ്റാനുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് റിവ്യൂവിന് വേണ്ടി വന്ന പ്രൊഡക്റ്റാണ്. ഞാനിങ്ങനെ ആറ്റുനോറ്റു സൂക്ഷിച്ച് ചേച്ചിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പം ഉണ്ടടാ ഗംഭീര മഴ. ഇതങ്ങോട്ട് കയറ്റാൻ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ ഈ സംഭവം ഒല്ലൂർ എത്തുന്ന വരെ മഴ പെയ്തിട്ടില്ല എന്നാണ് ബിനുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പാവം ബിനുവേട്ടൻ മഴയൊക്കെ നനഞ്ഞു. എങ്കിലും അത് സെക്യൂർ ആയിട്ട് കൊണ്ട് എത്തിക്കാൻ പറ്റി പിന്നെ നമുക്ക് ഒല്ലൂർ. അപ്പോൾ നമുക്ക് ഇനി ഒല്ലൂർക്ക് പോകാട്ടോ. അവിടെ കുറച്ച് അടക്കി പറക്കൽ പരിപാടികൾ നമുക്ക് നടത്തണ്ടേ. നമ്മുടെ വീട്ടിൽ ചെയ്ത പോലെ തന്നെയുള്ള പരിപാടികൾ അവിടെയും ചെയ്യാനുണ്ട് നമുക്ക്. പിന്നെ ഒല്ലൂർ നമ്മൾ ഷോപ്പിൽ ഒരു ബെഡ് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കൊണ്ടുപോകാൻ വേണം. മൊത്തത്തിലൊരു ബെഡുമയാണ് എന്നല്ലേ. അമ്മയച്ഛനും ചെല്ലുമ്പോൾ കിടക്കാനായിട്ട് ബെഡ് വേണ്ടേ. അപ്പം അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പുകളോട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. അപ്പം നമുക്ക് പതുക്കെ മഴയോട് കൂടി തന്നെ വല്ലൂരിൽ നിന്ന് വിട പറഞ്ഞ് ഒല്ലൂരിലേക്ക് എത്താം. വല്ലൂർ, ഒല്ലൂർ, തലൂർ ഇതൊക്കെ നമ്മുടെ തൃശ്ശൂർ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മളിന്ന് ഭാഗ്യൻ്റെ സ്കൂൾ വഴിയാണ് പോകുന്നത്. ഭാഗ്യന് ഇവിടെയാണ് അത്ര 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ദാ ചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. മഴ കൊണ്ട് നമ്മുടെ കിടക്കയെ തിരിച്ച് നനഞ്ഞു. അപ്പോൾ അതിവിടെ വെയിലത്തിടാന്നാ ചേച്ചി പറയണേ. ഞാൻ നനഞ്ഞത് കാണിച്ചു തരാട്ടെ. ഇവിടെയൊക്കെ കിടപ്പുണ്ടോ, ഇവിടെയൊക്കെ വൃത്തിയാക്കണം. ഇവിടെ വൃത്തിയാക്കും വേണം, പെയിൻ്റ് അടിക്കും വേണം. പെയിൻ്റ് അടിയാണ് മുഖ്യം.
എന്റെ മുക്കില് പൊതുവെ ഒതുക്കി പറക്കൽ പരിപാടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് പ്രകൃതി പിടിച്ച പരിപാടിയാണെങ്കിൽ എനിക്കത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു. ഞാൻ ആരും ഉണ്ടാവില്ല, നമുക്ക് സ്വസ്ഥമായി പണിയാം എന്നുള്ള തീരുമാനത്തിലാണ് എത്തിയത്. പെയിൻ്റ് അടിക്കാർ, ഇലക്ട്രിക്കൽ വർക്കുകാർ, ടൈലുകാർ, പിന്നെ കബോർഡുകാർ, അങ്ങനെ എല്ലാവരും അവിടെ അവസാന ഘട്ട പണിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കിച്ചൺ. കഴിഞ്ഞ ദിവസം നമ്മൾ ഒതുക്കി വെച്ച് പോയതാ വീണ്ടും ഈ കോലത്തിൽ എത്തിയിട്ടുണ്ട്. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും സംഭവങ്ങളൊക്കെ വർക്ക് ഏരിയയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ചേച്ചിയുടെ വർക്ക് ഏരിയയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. കെട്ടി പോലത്തെ സാധനം പിന്നെ എങ്ങനെയാ ചെളിയാ വേണ്ടിരിക്കുക, അത് പിന്നെ കെട്ടിക്കൊണ്ട് വന്നപ്പോൾ അവിടെ ഇവിടെയൊക്കെ അഴുക്ക് പോലെയായിട്ടുണ്ട്. മഴ കൊണ്ട് ദാ നമ്മുടെ ബെഡിന് കുറച്ച് കോട്ടൺ തട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ല ഗംഭീര വെയിലായത് കാരണം കൊണ്ട് തന്നെ 1 മണിക്കൂറിനുള്ളിൽ മുകളിലത്തെ ഷീറ്റിൽ മാത്രമാണ് ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ 2 ബെഡ് ഇവിടെ ചേച്ചിക്കും ഏട്ടനും, ചേച്ചിക്ക് ഏട്ടനും ഒരു ബെഡ്, കുഞ്ഞനും ഒരു ബെഡ്, പിന്നെ അമ്മയുടെ ബെഡ് ഉണ്ട് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. പുതിയ ബെഡാണ് അമ്മയ്ക്ക് ചേച്ചി മേടിച്ചു കൊടുത്തതെന്ന് പറഞ്ഞത്. പിന്നെ അമ്മയുടെ കട്ടിലും ഉണ്ട്. പിന്നെ കട്ടിലുകളൊക്കെ മാമനാണ് ഒരു കട്ടിൽ പണിത് തന്നത്. അതൊക്കെ വരും, അതൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം. പെയിൻ്റ് അടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2ാം കോട്ട്. ചേട്ടന്മാർ മുമ്പിലത്തെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു വുഡിൻ്റെ ടെക്സ്ചർ കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ പണി കൂടും തോറും നമുക്ക് ഓരോ അങ്ങനെ കൂലിക്കണക്കിനാണ് നമ്മൾ പണിയിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം എങ്ങനെയാണ് ബഡ്ജറ്റ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എത്തിയോ ശ്രീജ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീട് പണിയുന്നവർക്ക് ഞാൻ നമ്മുടെ വീട് പണിതപ്പോൾ പറഞ്ഞതാണ് നമ്മുടെ വീടിനെ കുറിച്ചുള്ള റിവ്യൂ ഒക്കെ പിന്നെ അത് പറയാൻ പറ്റിയില്ല. നമുക്കിപ്പോഴും വീടിൻ്റെ കുറച്ച് ബുക്കും പേപ്പറും വർക്കുകൾ ബാക്കി കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിനെ കുറിച്ച് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഒരു റിവ്യൂ ആവും നിങ്ങൾക്ക്, 2 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു റിവ്യൂ ആവും. നമ്മുടെ വീടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ. ചേച്ചിയുടെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചോളം പറയാനായിട്ട്. അത് നമുക്ക് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ഹോം ടൂറിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അരുവി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ, മണ്ണമ്പേട്ടുള്ള ചേട്ടൻ, അതായത് അച്ഛൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ് പെയിൻറ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്തു. പിന്നെ എല്ലായിടത്തും നമ്മൾ പുട്ടി കൊടുത്തിട്ടില്ല, കിച്ചണിലൊന്നും നമ്മൾ പുട്ടി കൊടുത്തിട്ടില്ല. നല്ല രീതിയിൽ പെയിൻറ്റ് നല്ല കട്ടിക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബഡ്ജറ്റ് കുറയുമല്ലോ. പണിക്കാശ് ഗംഭീരമാണ് എല്ലായിടത്തെയും പോലെ തന്നെ. അത് അവർ പണിയെടുക്കുന്നതിനുള്ള തുക നമ്മൾ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അവർ അധ്വാനിക്കുന്നതല്ലേ. പക്ഷെ നല്ല പണിക്കാശുള്ള ആരുണ്ടേ നമ്മളവിടെ കുറച്ച് കഞ്ചൂസാവുകയാണ് ചെയ്തത് കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക്. ഇവിടെയാണ് നമുക്ക് ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ, അതായത് അമ്മയുടെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അച്ഛൻ ചെറിയൊരു സ്ഥലത്ത് കട്ടയൊക്കെ വിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ആ കട്ടയമ്മയാണ് എല്ലാ സാധനങ്ങളും കൊണ്ടിട്ടിട്ടുള്ളത്. അമ്മനെ അവിടെ കട്ടയമ്മ പെയിൻ്റ് അടിക്കാനൊക്കെ ആയിട്ട് വരും. അത് നമ്മൾ അച്ഛൻ തന്നെ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛന് ഈ ഒരു ഫീൽഡായ കാരണം കൊണ്ട് കുറേ വർക്കൊക്കെ അച്ഛൻ ചെയ്യും, വൃത്തിയാക്കലും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ നമുക്ക് കുറച്ച് പണിക്കാരെ ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. അച്ഛനാണ് എല്ലായിടത്തും സിമെൻ്റ് ഇടലും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുള്ളത്. പിന്നെ വെടുപ്പാക്കലും വൃത്തിയാക്കലും ഒക്കെ നമ്മൾ തന്നെ ചെയ്യും. വേറെ പണിക്കാരെയൊന്നും അങ്ങനെ നിർത്താറൊന്നുമില്ല. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ, അതൊന്നും എടുത്തു പറയേണ്ട ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ തന്നെയാണ് നമ്മളൊരു വീട് പണി സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൂട്ടുക. അതൊരു വലിയൊരു കടമ്പയാണെന്ന് എപ്പോഴും ചേച്ചിമാർ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. ചേച്ചിമാർ മാത്രമല്ല, ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ പറയാറുണ്ട്. കാരണം എല്ലാവർക്കും വീട് വലിയൊരു സ്വപ്നമാണല്ലോ. അങ്ങനെ അത് ഇങ്ങനെ ഒതുക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വലിയൊരു സന്തോഷമായില്ലോന്ന്. അങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ പറക്കിക്കൊണ്ട് ഇതാ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ട് പിന്നിൽ നമുക്ക് മരക്കമ്പനിയാണ്. അത് അതുകൊണ്ട് എപ്പോഴും മരക്കമ്പനിയുടെ ശബ്ദം ഇങ്ങനെ മരം റേസറിൽ ഇങ്ങനെ അറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം എപ്പോഴും കേൾക്കാൻ പറ്റും ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ തൊട്ടപ്പുറത്തുപ്പുറത്തൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അച്ഛൻ്റെ ഇളയച്ചന്മാരും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ വീട്ടിലത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല, അത് തന്നെയാണ് അവിടെ ഏകദേശം ഉണ്ടാവാറുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഒല്ലൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഇത് ആവണിശ്ശേരി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ കണ്ടോ, ആ അച്ഛനിട്ട സ്ഥലങ്ങളിലൊക്കെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ എന്താ പറയുക, കുണ്ടൂക്കാരനോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് നിന്ന് അമ്മ മേടിച്ചതാണ് അത്ര ആ ടൈല് എന്നിട്ട് അച്ഛനാണ് ഇവിടെ വർക്ക് ഏരിയയിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. കുറച്ച് ഭാഗം മാമൻ, അതായത് നമ്മുടെ മാമൻ ഡ്രസ്സ് അടിച്ചു കൊടുത്തു. അവിടെ ആ താഴത്തെ അച്ഛൻ കട്ട വിരിച്ചു. പിന്നെ സതീശൻ ചേട്ടൻ വന്നു, അച്ഛൻ വന്നു. ഇവിടെ കുറേ സാധനങ്ങൾ, നമ്മുടെ വീട്ടിലാണല്ലോ, മണ്ണമ്പേട്ടയാണല്ലോ ചേച്ചിയും ചേട്ടനും കഴിഞ്ഞ 6 മാസമായിട്ട് നിന്നിരുന്നത്. അത് കാരണം കൊണ്ട് ഭയങ്കര എന്താ പറയുക, ഒരു ഇങ്ങനെ വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കുക, അവിടെ വാടക കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും മനസ്സിലുണ്ടായില്ല കേട്ടോ. അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു 6 മാസം അവിടെ നിന്നുപോയി. എനിക്ക് ഭയങ്കര മനസ്സമാധാനമായിരുന്നു. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ചേച്ചിയും ചേട്ടനും
ഇവിടേക്ക് താമസം മാറുമ്പോൾ അച്ഛനും അമ്മയും വല്ലാണ്ട് ബുദ്ധിമുട്ടും. അമ്മ മിക്കതും കടയിൽ പോണ കാരണം കൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് എത്തുക. പിന്നെ അമ്മയുടെ ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ കുറച്ച് ബിസിയാവും. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അച്ഛന് ഭയങ്കര സങ്കടമാണ്. കുഞ്ഞനും അച്ഛനും ഭയങ്കര ഒരു ബോണ്ട് ഉണ്ടായിരുന്നേ. അതിനിപ്പോൾ കുറച്ച് ദിവസം പിടിക്കും അതൊന്ന് പാച്ചപ്പായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ചെടികൾ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പുതിയതൊന്നും മേടിച്ചില്ല. ഇത് നല്ല ഭംഗിയുള്ള ചട്ടിയിലേക്ക് ഇറക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അടുത്ത ദൗത്യം കേട്ടോ. ചെടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഏട്ടായി തന്നെ കുറച്ച് സ്പേസൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചെടികളെ വളരെയധികം സ്നേഹിക്കുന്ന ആളാണ് ഏട്ടായും കുഞ്ഞനും. കുഞ്ഞനല്ല കേട്ടാ, ചേച്ചിയും. കുഞ്ഞന് ഈ വശത്തേക്കൊന്നും വലിയ പ്രവേശനമില്ല, ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇതിന്. ആളിതുവരെ വീട് പോലും കണ്ടിട്ടില്ല. എനിക്ക് ആ പാല് കാച്ചണം അന്ന് വന്ന് സർപ്രൈസായിട്ട് കാണണം ചിറ്റാന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. അത് കാരണം കൊണ്ട് ടൈല് നമ്മുടെ സ്ട്രെച്ചർ കഴിഞ്ഞപ്പോൾ വന്നത്, അതുകൊണ്ട് കുഞ്ഞൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇതൊക്കെ കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ വന്നു. അച്ഛാ ഹായ്. അച്ഛനുള്ള സ്ഥലമാണ് ചേച്ചി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ അമ്മേ വെയിറ്റ്. ഇത്ര നേരം പിന്നാമ്പുറല്ലേ കണ്ടേ, ഇനി നമുക്ക് ഉമ്മറം കാണാമെന്ന്. അപ്പോൾ ഉമ്മറത്ത് കുറച്ച് വർക്കുകൾ കൂടി ബാക്കിയുണ്ട് കേട്ടോ. നമ്മൾ ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹോം ടൂറിൽ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വാതിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞൻ്റെ മേക്കപ്പ് ബോക്സ് ചേച്ചി കൺവേർട്ട് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കുഞ്ഞിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമ്മൾ കബോർഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള കാരണം അതിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ മുറ്റത്ത് നമ്മൾ ബേബി മെറ്റൽ ഇടാനുള്ള പ്ലാനായിരുന്നു. അല്ലെങ്കിൽ ചുമന്ന മണ്ണ് അങ്ങോട്ട് അകത്തേക്ക് കയറി പോകുന്നുള്ള ഒരു ഇതിലാണ്. പക്ഷേ ഇപ്പം ഇനി ഇടണില്ല. ഇനിയിപ്പോൾ ഇത്രയും പെട്ടെന്ന് പാല് കാച്ചൽ കഴിഞ്ഞ് പതുക്കെ തരം പോലെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മറം വെടുപ്പാക്കണ തിരക്കിലാണ് ചേച്ചി ഞാനും കൂടിയിട്ട് കേട്ടോ. നമ്മുടെ ടൈലിൻ്റെ ഒക്കെ കവറുകളാണ് അത്. നമ്മൾ 4x2 ടൈലുകളാന്ന് തോന്നുന്നു ഇട്ടിരിക്കുന്നത് ഒരുവിധം ഭാഗത്തൊക്കെ. അപ്പോൾ അതിൻ്റെ കവറുകളൊക്കെ ഒതുക്കാനുണ്ടായിരുന്നു, കത്തിക്കാനും ഉണ്ടായിരുന്നു. പിന്നെ മുകളിൽ കുറച്ച് ടെക്സ്ചർ വർക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോപ്പർ ഷെയ്ഡിലേക്ക് ഇത് എത്തും കേട്ടോ. ആദ്യം ബ്ലാക്ക് ബേസ് കൊടുത്തിട്ട് പിന്നെ കോപ്പർ ചെറിയ ഗ്ലിറ്ററിങ് വർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറേ ചുറ്റുവട്ടങ്ങളിലുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ചുറ്റും ആൾക്കാർ നമ്മുടെ തന്നെ ആൾക്കാരായ കാരണം കൊണ്ടേ എപ്പോഴും ഇങ്ങനെ വന്ന ഇളയമ്മമാരും ചേച്ചിമാരൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ വെള്ളം തരാനും ഇച്ചിരി ചായ വെച്ച് തരാനും ഒക്കെ നമ്മളങ്ങനെ ഒരുപാട് സഹായിക്കുന്നുണ്ടായിരുന്നു. എടുത്ത് പറയേണ്ട ഒരു കാര്യമാണത്. കാരണം അവരും ഇങ്ങനെ ഒരുപാട് ചേട്ടന്മാർക്ക് വെള്ളം കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ല, സന്തോഷത്തോടെ കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതൊരു വലിയൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അത് താഴെ ഇട്ടിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ ബേബി മെറ്റൽ ഇടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി ആവശ്യം വരുന്ന വെച്ചിട്ട് മറച്ച് വയ്ക്കുകയാണ്. ഇത് മടക്കി വയ്ക്കുകയാണ്. ഇത് നമ്മുടെ ഉമ്മറാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ കുഞ്ഞു മെറ്റലാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ രൂപം മൊത്തത്തിൽ ചേച്ചി മാറ്റിയെടുക്കും കേട്ടോ. കാരണം ഈ ചെടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചേച്ചിക്ക് ഇനിയിപ്പോൾ ചെടികൾ നടാനൊക്കെ നല്ലപോലെ സ്പേസായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പണ്ടത്തെ വീടും ഇപ്പോഴത്തെ വീടും തമ്മിലുള്ള ഒരു സീനല്ലേ. എൻ്റെ പൊന്നെ എന്തോരം മാറ്റങ്ങളായേ. അപ്പോൾ അതേ കണ്ട ചേച്ചി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. നമുക്കപ്പോഴേക്കും തുടച്ചിടണ്ട, അടിച്ചു വാരി ഇടാം. മകളുടെ വീട് പണിയെ കുറിച്ച് 2 വാക്ക് പറയാച്ചാ. അച്ഛൻ മറ്റേ ജിമ്മിന് പോയിട്ട് ജിമ്മിന് സ്റ്റേജിൽ കയറുമ്പോ അതുപോലെ ഇത് ചേച്ചിന് ഇവിടുത്തെ കൃഷിയൊന്നും നടക്കില്ല. പറയാച്ചാ 2 വാക്ക് പറയും. വീട് പണിയെ കുറിച്ച് 2 വാക്ക് പറയും. 2 വാക്ക് പറഞ്ഞാ ഹാപ്പി ആയി. 2 പെൺമക്കൾക്ക് 2 പിള്ളേർക്കും സുഖമായിട്ടും നല്ല വീടും സെറ്റപ്പായി. ഇനി എന്നിട്ടാ ഞങ്ങൾക്കും കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് സന്തോഷവാനാണ് സന്തോഷമായിട്ട് ജീവിച്ചു പോകണം. മാലയൊക്കെ വീണ്ടും കയറിയച്ചേ. ഈ വഴി ഓർമ്മയില്ലേ നമുക്ക് സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ പോയ പോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാട്ടോ. ദൈവമേ അത്ര പെട്ടെന്നല്ലേ. തറവാടാണ് കേട്ടോ. ചേച്ചിയുടെ തറവാട് വീടുകളാണ് എല്ലാതും. ജിത്തേട്ടൻ്റെ വീട് അപ്പുറത്ത് തറവാട് പൊളിക്കാൻ പോകുമെന്ന് പറയുന്ന കേട്ടു. ഇത് തറവാടാ. നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് അലമാരിയൊക്കെ ഇട്ട് വെക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വീടുണ്ടായിട്ട് അത് കുറച്ചൊന്നും കൂടി വലുതാക്കി. ഇതാ കാണണം കണ്ട. പോകുന്നു ചേച്ചി അച്ഛനും കൂടി മുകളിലേക്ക്. എന്തായി നോക്കാം നമുക്ക് സാധനങ്ങളൊക്കെ.
അയ്യോ നമ്മൾ കൊണ്ടുവച്ചിട്ട് ഇവിടെ ഇപ്പോഴാട്ടാ വരുന്നത്. അതുകൊണ്ട് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഏതോ സാധനങ്ങളൊക്കെ എടുക്കാൻ വരാറുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് വരണം കേട്ടോ. ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മൾ അഴിച്ചിട്ടൊക്കെയാണ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. അമ്മയുടെ കട്ടിലും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്കൊന്ന് റീഫിറ്റ് ചെയ്തിട്ട് പെയിന്റ് അടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കട്ടിൽ, ഇത് ചേച്ചി കിടന്നിരുന്ന കട്ടില. അപ്പോൾ അത് അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അമ്മയുടെ കട്ടിൽ കുറച്ച് ഇങ്ങനെ ഒത്തിരി പഴയതായിരുന്നു. അപ്പോൾ അത് നമ്മളൊന്ന് റീടച്ച് ചെയ്യാമല്ലോ, പോളിഷ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അമ്മയ്ക്ക് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ 2 മെറ്റലിൻ്റെ കട്ടിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഒരെണ്ണം മുകളിൽ കുഞ്ഞിൻ്റെ റൂമിൽ, ഒരെണ്ണം ചേച്ചിയുടെ മാസ്റ്റർ ബെഡ്റൂമിലാണ് അമ്മ കിടക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ബാക്കിലത്തെ ബെഡ്റൂമിൽ കിടക്കാമെന്നാണ് ചേച്ചിയും ചേട്ടനും തീരുമാനിച്ചു നോക്കുന്നത്. എല്ലാം അറ്റാച്ച്ഡ് തന്നെയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞ പിന്നെ ഹോം ടൂർ കാണുമ്പോൾ ഒരു ഗുമ്പുണ്ടാവില്ല. ഇത് തൊട്ടപ്പുറത്തെ ഇളച്ചൻ്റെ വീട്ടിൽ ടെറസിൻ്റെ മുകളിൽ അവരുടെ സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ സാധനങ്ങൾ വളരെ കുറവാണ്. അതിൽ കുറച്ച് കട്ടിലും കിടക്കയും പിന്നെ അതൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ തലോണകളൊക്കെ കുറച്ച് വശമൊക്കെ കേടായിട്ടുണ്ടായിരുന്നു. 6 മാസമായാലും ഉപയോഗിക്കാണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ തലയിൽ വെക്കുന്നതും കിടക്കുന്നതൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ കളഞ്ഞു, ചേച്ചി നമുക്ക് പുതിയത് മേടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ കിടക്കകളൊക്കെ കിട്ടിയപ്പോൾ 2-3 തലയണകളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട്. അതൊക്കെ അപ്പോൾ ചേച്ചിക്ക് എത്തിക്കണം ഇനി. പിന്നെ കട്ടിലുകളൊക്കെ ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട്. അച്ഛനുള്ള കാരണം കൊണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ ചടപടയെന്ന് കഴിഞ്ഞു. ചേച്ചിയുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് അവരുടെ കുടുംബക്ഷേത്രം ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ, അവരൊരു കുറച്ച് കൂട്ടായ്മ ഉണ്ടെന്ന് അവിടെ. അപ്പോൾ ചേച്ചി അവിടെ ഭയങ്കര എന്താ പറയുക, അമ്പലത്തിലൊക്കെ ഇങ്ങനെ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ചേച്ചിയാണ് ഏറ്റവും മൂത്തത്. ചേച്ചി എല്ലാവരും ചേച്ചിനെ വിളിക്കുക. എനിക്ക് തോന്നുന്നു ഏട്ടായി ഏറ്റവും മൂത്തതായ കാരണം കൊണ്ടേ, കുടുംബത്തിലെ ഏറ്റവും മൂത്തതായ കാരണം കൊണ്ട് ഏടത്തിയമ്മ എന്നുള്ള രീതിയിൽ എല്ലാവരും ചേച്ചിനെ വിളിക്കുക. കണ്ട ഒരു കോപ്പർ ഷെയ്ഡിലേക്ക് വന്നത് കണ്ട. ഈ ഒരു ഷെയ്ഡാണ് നമ്മളവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ച് നോക്കുന്നത്. പിന്നെ ഞാൻ നമ്മുടെ ഫിറ്റഡ് ബെഡ്ഷീറ്റ് 2 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കട്ടിലിമ്മയ്ക്ക്. അപ്പം അത് ചേച്ചി ചെന്നപ്പന്നെ തുറക്കുക. നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ എന്തോരം വലിയ കാര്യങ്ങൾ, ഇപ്പോൾ ഫ്രിഡ്ജ് മീൻസ് ഒരുപാട് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയാലും നമുക്ക് ചെറിയ കാര്യങ്ങളോട് ഭയങ്കര അത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടും. ഇപ്പോൾ ഒരു കുഞ്ഞേ കാര്യമാണ് ഈ ഒരു ബെഡ്ഷീറ്റ്. അത് അപ്പം തുറന്നാൽ മതി, ആളപ്പോഴേക്കും അത് തുറന്നു നോക്കി. അത് ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് ഇങ്ങനെ എനിക്ക് തോന്നുന്നു അമ്മയൊക്കെ ഞങ്ങളുടെ പ്രായത്തിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോഴാണ് അമ്മയ്ക്ക് ഇതിലെങ്കിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതൊക്കെ കാണാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. ഇങ്ങനത്തെ സ്വഭാവമുള്ളവർ കമൻറ്റ് ചെയ്തോളോട്ടാ. എപ്പോഴും പറയാറുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ, നമ്മുടെ കൂട്ടുകാർ പറയാറുണ്ട്, ശ്രീ ചില കാര്യങ്ങൾ ചെയ്ത് കാണുമ്പോൾ ഞങ്ങൾ തന്നെയാണോ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനത് എങ്ങനെയാണ് മടക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ചേച്ചിക്ക്. 300 രൂപ 310 രൂപയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫിറ്റഡ് ബെഡ്ഷീറ്റ് നമുക്ക് കിട്ടും മീഷോന്ന്. നമ്മൾ 1000-1500 രൂപ കൊടുത്ത് മേടിക്കുന്ന ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ അതിങ്ങനെ ഒരു ക്യാപ്പ് ഇട്ട പോലെ അവിടെ കിടന്നോളും. നല്ല ഗംഭീരമായിട്ട് ഒരു ലാവൻഡർ കളർ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ടെക്സ്ചർ വർക്കൊന്നും ഇല്ലാത്ത ആരുടെ കളറും കോമ്പിനേഷനൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഞാൻ അങ്ങോട്ട് മേടിച്ചു എന്ന് മാത്രം. അപ്പോൾ ചേച്ചി അതൊക്കെ മടക്കി വെക്കുക. ഇനി ഇതൊക്കെ ബെഡിൽ ഇടുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ബെഡൊക്കെ നമ്മുടെ ഓൾറെഡി പ്രൈമർ അടിച്ചിട്ടാണ് കട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കട്ടിലുമ്പോൾ ഇനി പെയിന്റ് അടിക്കാനുണ്ട്. ആ കട്ടിലിന് ഒരു മരത്തിൻ്റെ ടച്ചിലേക്ക് ആക്കാനുണ്ട്, വുഡ് പെയിന്റിങ് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ ചേട്ടന്മാർ ഓൾറെഡി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ചെയ്യണം. എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഞാനും ചേച്ചി. അപ്പോൾ അതൊക്കെ ചുരുട്ടി കൂടി അതിലുള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തേച്ചിട്ടൊക്കെ വേണം ഇടണം എന്ന് പറയും ഏട്ടായിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര നിർബന്ധങ്ങളുള്ള ആളാണ്. എല്ലാം അങ്ങനെ നീറ്റായിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്കിനി ബാക്കി പരിപാടിക്ക് കിടക്കാം കേട്ടോ. ഒരു സ്കൂൾ വണ്ടി ചെന്ന് ഒരു പോസ്റ്റ് മേടിച്ചു. ഒരു പോസ്റ്റ് നടുവിടുന്നു. ഇവിടെ പുതിയ അടുപ്പ് ഞാൻ കത്തിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ചേച്ചിക്ക് കത്തിക്കാത്തത് കൊടുക്കണ്ടേ ശ്രീ പറഞ്ഞിട്ട്. ഇതൊക്കെ കത്തിക്കാണ്ട് കൊടുക്കുന്നെങ്കിൽ അവർ നമുക്ക് പ്രമോഷൻ തരുന്നതല്ലേ, നിങ്ങൾക്കത് മനസ്സിലാക്കി കൂടെ. ഞങ്ങളുടെ പുതിയ അടുപ്പ് കാണാമായല്ലോ. ആരും മേക്കപ്പ് ചെയ്തിട്ടുള്ളവരല്ല നിങ്ങൾ വരാ. കാലത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം അങ്ങനെ പുതിയത് അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ഭയങ്കര സന്തോഷം. നമ്മളൊന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയിട്ടേ എല്ലാം എത്തി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹവും എല്ലാവരുടെ പ്രാർത്ഥനയും. എത്ര ലക്ഷം ആൾക്കാരാണെന്നറിയോ ഇങ്ങനെ എന്നേക്കാൾ കൂടുതൽ ചേച്ചീനെ ഇഷ്ടപ്പെടുന്നത്. സുജപാവാണ് അങ്ങനെ രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ സ്നേഹം ഇങ്ങനെ നമ്മളെ അവരുടെ വീട്ടിലത്തെ കുട്ടികളെ പോലെ സ്നേഹിക്കുന്ന ആൻറ്റിമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ എത്തിക്കുമ്പോൾ ചങ്ക് ഇങ്ങനെ കനവയ്ക്കണ ഒരു ഫീലാണ്. അതൊക്കെ ഇങ്ങനെ ഒരുക്കി വയ്ക്കുമ്പോൾ
അപ്പം അങ്ങനെ നമ്മൾ പുതിയ ഗ്യാസ് അടുപ്പും കൂടി ഫിറ്റ് ചെയ്തു. പുറത്തേക്ക് നമ്മൾ ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അടുപ്പ് ഈ ഒരു അടുപ്പിൻ്റെ നമ്മുടെ വീട്ടിൽ വല്ലൊരു വീട്ടിൽ ചെയ്ത് നോക്കണ പോലെ. പക്ഷേ അത് നമുക്ക് മെയിൻ കിച്ചണിലാണ് ചെയ്യണുള്ളൂ. മെയിൻ കിച്ചണിൽ നമ്മളിപ്പോൾ അടുപ്പ് വെക്കണില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ്. നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവിടെ ചിമ്മിനിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അടുപ്പ് നമ്മൾ ഓർഡർ ചെയ്ത കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത് പതുക്കെ ആവാലോ എന്ന് വിചാരിച്ചു. അപ്പം അച്ഛൻ ഈ ഒരു റെഗുലേറ്റർ ഇങ്ങനെ ലൂസായിട്ടിരിക്കുക. അപ്പോൾ റെഗുലേറ്ററിന് ഫിറ്റ് ചെയ്യുന്ന വയറ് ലൂസായിട്ടിരിക്കുക. അപ്പോൾ അത് അച്ഛൻ ഒന്ന് കട്ട് ചെയ്തിട്ട് അച്ഛൻ തന്നെ ഫിറ്റ് ചെയ്തുന്ന തിരക്കിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറയുന്നത്. ചേച്ചിയുടെ വർക്ക് ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല വലിയ വർക്ക് ഏരിയ. ഞാൻ വിചാരിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ വർക്ക് ഏരിയ എത്ര വലുപ്പമുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. നമ്മൾ വീട്ടിൽ പോവാ, ഭാഗ്യം വന്നു എന്നെ കൊണ്ടുപോകാൻ. ഉച്ചവരെയുള്ള പരിപാടികൾ തീർത്തു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇവിടുത്തെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു കഴിയില്ലെന്നുണ്ട്. നാളെ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. ഞാൻ വിചാരിച്ചു മറ്റന്നാൾ വരാമെന്ന്. ഫ്രിഡ്ജ് തുറക്കാണ്ട്, വാഷിംഗ് മെഷീൻ തുറക്കാണ്ട്, അതിനുള്ളിൽ ഒതുക്കാണ്ട്, കിച്ചൺ ഒതുക്കാണ്ട്, അങ്ങനെ ലോട്ട് ഓഫ് വർക്ക്സ്. അച്ഛൻ പെയിൻറ്റടിങ് കാര്യങ്ങളൊക്കെ നടത്തട്ടെ. നമുക്കിന്ന് കുഞ്ഞൊരു ഷൂട്ടുണ്ട്, ഒരു ഷോർട്സിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ് കൊടുക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അർജൻറ്റായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ നമ്മുടെ ക്യാമറാമാനോ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഓടി വന്നു. ചാൾസ് വരുമ്പോഴേക്ക് ചാൾസിന് തിരിച്ചു പോകണം. അപ്പോൾ അവനെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കണമായിരുന്നു. എൻ്റെ ക്യാമറാമാനോനാണ് ചാൾസ്. അപ്പോൾ ആള് ഷൂട്ട് ചെയ്ത് തന്നിട്ട് ഞങ്ങൾക്ക് ഇനി എന്നിട്ട് പറയാട്ടാ നമുക്കിനി കിടന്നുറങ്ങണം. അല്ല, ഇത് കഴിക്കണം. ഈ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് മേടിച്ചൊരു ബെഡ് ഉണ്ട്. സ്വന്തമായിട്ട് എന്റെ കാശ് കൊടുത്ത് മേടിച്ചൊരു ബെഡ് ഉണ്ട്. അത് മേഡം ബെഡ് നമ്മൾ ഇത് ഇടാനായിട്ട് കഴുത്ത് വരുന്നതെന്ന് പറഞ്ഞില്ലേ. എനിക്ക് ഭയങ്കര കഴുത്ത് വരാം. പിന്നെ എനിക്ക് ആ ചേച്ചിക്ക് ആ ബെഡ് കൊടുത്തപ്പോ എനിക്ക് തോന്നി അതുപോലത്തെ ഒരു ബെഡ് വേണം. അപ്പൊ ഞാൻ അതുപോലത്തെ ബെഡ് കഴിച്ചതാട്ടാ. വീട്ടിലേക്ക് അല്ല, ബെഡ് എല്ലായിടത്തും ബെഡായിരുന്നു 2 ദിവസമായിട്ട്. ചേച്ചി 2 ബെഡ് കൊണ്ടുപോയി. ഇതിന് 3 ബെഡ് ചേച്ചിക്ക് കൊണ്ടുപോയി. 3 പ്രൊമോഷൻ അല്ലാട്ടാ. 2 നമ്മൾ മേടിച്ചത് 1 പ്രൊമോഷൻ കിട്ടിയതാ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എല്ലാം ഇങ്ങനെ നമ്മളെന്താ പറയുക സ്വരുക്കൂട്ടി വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റിവ്യൂവിന് വന്ന ബെഡും പിന്നെ നമ്മൾ മേടിച്ച ബെഡും ഒക്കെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടെത്തിച്ചുള്ളൂ. അപ്പം ഞാനൊരു ബെഡ് മേടിച്ചത് അതിൻ്റെ കഴുത്ത് വേന കുറയാൻ വേണ്ടിയിട്ട്. ഈ ബെഡ് നമ്മൾ തിരിച്ചു കൊണ്ടുപോട്ടാ. നമുക്ക് പ്രൊമോഷൻ ബെഡായതുകൊണ്ട് തിരിച്ചു കൊണ്ടുപോകും. അപ്പൊ ഞാൻ ഇതിനെ ബാഗിന്റെ റൂമിൽ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ബാഗിന്റെ സൈഡ് കൂടെ ഞാൻ ആകാശത്തായിരിക്കും കുറച്ച് നാൾ കിടക്കുന്നുണ്ടാവും. ബുദ്ധിമുട്ടാവും. വീഴുവോ? കമ്മട്ടം കാച്ചി ബെഡ് ഭാഗ്യനും വേണമെങ്കിൽ തുറന്നത്ര അത് ഇത്തിരി ഭയങ്കര ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നേക്കാളും കുറച്ച് സ്പ്രിങ്ങിയാണ് ആ ബ്രെഡ്. അപ്പോൾ ആ സ്പ്രിങ്ങുള്ള ബെഡ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ആൾ വാശി പിടിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളതിന് വെറ്റാവാത്ത രീതിയിലുള്ള നമ്മുടെ കവറുണ്ടല്ലോ അത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്റെ കാലിന്റെ ഇടയിലൊക്കെ നടത്തി ചെല്ലിയെന്ന് പറഞ്ഞിട്ട് ഭാഗ്യനോട് ബെഡേ കയറണ്ടെന്ന് പറഞ്ഞിട്ടാ പോയിട്ടേ. അപ്പോൾ ഞാനേ നിങ്ങൾക്ക് എപ്പോഴും കാണിച്ചു തരാറില്ലേ, നമ്മൾ ഇതാണ് എൻ്റെ ബെഡ് കേട്ടോ. പുതിയ ബെഡ് എനിക്ക് ഭയങ്കര കഴുത്ത് തന്നെയാണ്. എനിക്കിത് ഇവിടെ വരെയുള്ള നോക്കാൻ പറ്റില്ല, ഇവിടെ നിങ്ങളുടെ നോക്കാൻ പറ്റില്ല. അപ്പം ഫോണിലിങ്ങനെ നോക്കിയിരുന്നിട്ടാണ്. ഫോണിലല്ലേ നമ്മുടെ ജോലി, നോക്കാണ്ട് പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ ഫോണിൽ നോക്കണേക്കാളും കൂടുതൽ കമ്പ്യൂട്ടറിലാണ് നോക്കുക. അപ്പം അതാണെന്നാണ് എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാരൊക്കെ പറയുന്നത്. എന്നെ വഴക്ക് പറയാറ്. ഇതിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇങ്ങനെ ഇങ്ങോട്ട് ചാന്ന് പോകും. എന്നാലും ഞാൻ കുഴപ്പമില്ല, നല്ല ഇങ്ങനെ എന്താ പറയുക, നല്ല സുഖം ഇരിക്കാൻ. അപ്പം ഞാൻ എന്നും നിങ്ങളോട് പറയാറുണ്ടല്ലോ, നമ്മുടെ ഇലാസ്റ്റിക് ആകെ മുഷിഞ്ഞ വേഷാട്ടാ ഇലാസ്റ്റിക് ബെഡ്ഷീറ്റ് മേടിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാല്ലേ അതാ നല്ലത്. ക്വാളിറ്റി ഒന്നും ഇല്ല വലിയ കാര്യമായിട്ട്, പക്ഷെ നമുക്കത് ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മീഷോന്നും ഫ്ലിപ്കാർട്ടിന്നും ഒക്കെ ആയിട്ട് 1-2 മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഫോൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മുടെ പില്ലോ കവർ ഉണ്ടല്ലോ, അത് നമ്മുടെ ആ പില്ലോക്ക് പാകാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫോൾട്ട്. അതെ, ഇത് പാകാവോ? പാകാവാൻ വഴിയില്ലല്ലോ. ഇത്ര ചെറിയ പില്ലോ, ഈ സൈസ് പില്ലോ മതി. പക്ഷേ ഇതാണ് അതിന്റെ തുണി, ഒരു കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. നമുക്ക് വാഷിംഗ് മെഷീനിലൊക്കെ അലക്കിയെടുക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പൊ ഇത് മീഷോന്നും ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നതാക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ മേടിക്കാറില്ല, മീഷോന്നാണ് മേടിക്കാറുള്ളത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ സെയിം റേറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ അത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷെ ഫ്ലിപ്കാർട്ടിനേക്കാളും നല്ല മെറ്റീരിയൽ വന്നത് മീഷോന്നാണ് കേട്ടോ. ചില സമയങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അല്ല, ഇത് നമുക്ക് ഇട്ട് നോക്കാം അല്ലേ? ബ്ലൂ ഇട്ട് നോക്കണം. ബ്ലൂ ഇതുപോലത്തെ ഉടുപ്പില്ലേ, നമുക്ക് ബ്ലൂ നോക്കട്ടെ കേട്ടോ. ഇതിന്റെ വലുപ്പം. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇവിടെ വലിയ തലോണൊക്കെ ഉണ്ടല്ലോ. ഇത് നമ്മള് കല്യാണിലത്തെ നമ്മുടെ വീട് ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് നമ്മൾ കല്യാണിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. അതിന്റെ കവറാണ് ഇത്. പാകാവും ഇതിന്. അതിന് 1000 രൂപയാണ് കേട്ടാ ആ ബെഡ്ഷീറ്റിന് ഒരെണ്ണത്തിന് വില. ഇതിന് 1000 രൂപയ്ക്ക് നമുക്കിത് 4 കിട്ടും. അതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷെ ക്വാളിറ്റി മാറ്റേഴ്സ്. കാലത്തെ രീതിയിൽ ബെഡ്ഷീറ്റ് ഇങ്ങനെ മാറിക്കിടക്കുക അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ നമ്മുടെ ഫിറ്റഡ് ബെഡ്ഷീറ്റ് തന്നെ മേടിക്കാം. അവിടെ ചേച്ചിയും ഏട്ടായും കൂടിയിട്ട് മണ്ണുത്തിക്ക് പോയി നമ്മുടെ ചെടിച്ചട്ടി മേടിക്കാം. നമ്മുടെ ഇവിടെ ചെടിച്ചട്ടികൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടാകുന്നത് ആ ഒരു ഏരിയയിലാണ്. എന്നെ കൊണ്ടുപോയില്ല, എന്നെ കൊണ്ടുപോയി കാശ് ചിലവ് അത്ര ചേച്ചി. അപ്പോൾ ചേച്ചി എന്നെ കൊണ്ടുപോയില്ല. കാശ് വില എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഭയങ്കരമായിട്ട് കാശ് ചിലവാക്കുന്നല്ല കേട്ടാ. നമ്മളെല്ലായിടത്തേക്കും എത്തിപ്പെടണം എന്ന് വിചാരിച്ച നടക്കൂ. ആകെ ഒരാളും ഉണ്ട്. ചേച്ചി എന്താ പറയുന്നത്, ആകെ ഒരാളും ഉണ്ട്, 100 കാര്യങ്ങളും ഉണ്ട്. അവർക്ക് എല്ലായിടത്തേക്കും പോകണം. എന്നാ നേരമില്ല. നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും അവരുടെ കൂടെ വേണം, നമ്മളെയും കൂടി അവർ കൺസിഡർ ചെയ്യണം എന്ന് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ. ചേച്ചി ഏട്ടനും ഇപ്പം എല്ലായിടത്തേക്കും എന്നെ കൊണ്ടുപോകും. എൻ്റെ അഭിപ്രായങ്ങൾ ഇപ്പം ഏട്ടൻ എല്ലാ കാര്യങ്ങൾക്കും വിളിച്ച് ചോദിക്കായിരുന്നു വീടിൻ്റെ സമയത്ത്. ഇത് എന്തിട്ടാ വേണ്ട, എന്നോട് ചോദിച്ചില്ലെങ്കിലും ഭാഗ്യനോട് ചോദിക്കും. രാജു എന്നാണ് വിളിക്കുക, ഭാഗ്യരാജിലത്തെ രാജു എന്നാണ് വിളിക്കുക, രാജു ഏട്ടാ എന്നാണ് വിളിക്കുക. ചേച്ചി അനിയനാണെന്നുണ്ടെങ്കിലും ഒരു ചേട്ടനാണ് പ്രായം കൊണ്ടേ. അപ്പം അതങ്ങനെ കല്യാണം മുതലേ വിളിച്ച് ശീലിച്ച കാരണം കൊണ്ട് അങ്ങനെയാണ് വിളിക്കുക. മാമ എന്നാണ് വിളിക്കുക കുഞ്ഞൻ ഭാഗ്യനെ. അപ്പോൾ ആ ഒരു ബോണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അനിയൻ്റെ പോലെ തന്നെയാണ്. ഏട്ടനൊരു അനിയനൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഒരനിയൻ്റെ പോലെ തന്നെയും ഞങ്ങൾക്ക് ഏട്ടനില്ലാത്ത കാരണം കൊണ്ട് ഏട്ടൻ്റെ അങ്ങനെയാണ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഏട്ടൻ വിളിച്ച് ചോദിക്കുകയാണ്. അത് കാരണം ഞാൻ എപ്പോഴും ആഗ്രഹിക്കും കേട്ടോ എൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും കൂടെ അങ്ങനെ എപ്പോഴും ഞാൻ ഉണ്ടാവണമെന്ന്. നമ്മൾ അവരത്രയും കൺസിഡർ ചെയ്യുന്നുണ്ട്, അവർ നമ്മൾ അത്രയും കൺസിഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കൽ വാങ്ങലുകൾ തന്നെയാണല്ലേ നമ്മുടെയൊക്കെ ജീവിതം. അയ്യോ, എന്തെല്ലാം കാര്യങ്ങളാണ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ചിന്താഗതികളെ മാറുക കൊല്ലങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകും തോറും. പുലിക്കുട്ടീനെ കണ്ടാ നമ്മുടെ വീട്ടിലൊരു പുലിക്കുട്ടി ഉണ്ടായിട്ടുണ്ട്. നോക്കിയേ, ഇതാണ് കരിമ്പുലി. ഇപ്പം മനസ്സിലായിണ്ടാവും എന്താ സംഭവം എന്ന്. ഇപ്പം കാണിച്ചു തരാട്ടാ ഈ പുലിക്കുട്ടിയുടെ കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ആ പുലിക്കുട്ടി. നമ്മുടെ മണിയുടെ പുതിയ കുട്ടിയാടാ. എന്തു ഭംഗിയാന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ഇവനെ കരിമ്പൂച്ചൊക്കെ പറയില്ലേ, അപ്പം അവനൊരു സെറ്റപ്പിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ബെഡൊക്കെ വൃത്തിയാക്കി നമുക്കിവിടെ വൃത്തിയാക്കാട്ടെ. ഇനി എന്നിട്ട് എടുക്കണ്ടേ ഫോട്ടോ എടുക്ക അതാണ് ട്രൈ ടു ഫൈൻഡ് മീ യു ഹാവ് ടു ആസ്ക് ദാറ്റ് could you please would you let me do something else maybe oh my god വീട്ടിൽ ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അത്രേ. പേരൻസിന് ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടത് മക്കളുടെ ചുമതലയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന തിരക്കിലാണ്. ഇവിടെ ശ്രീകുട്ടനുണ്ട്. എവിടെയാണെന്ന് കണ്ടുപിടിക്കാമോ? ഈ പ്രദേശത്ത് എവിടെയോ ശ്രീകുട്ടനുണ്ട്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാമോ എവിടെയാണെന്ന്? ഇനി അത് അയച്ചു കൊടുത്താ പോരെ നമുക്ക് ഗ്രൂപ്പിലേക്ക്. അങ്ങനെയല്ല നമ്മുടെ പുതിയ ബെഡ് കണ്ടാന്ന് പറയും. എന്നിട്ട് ഒന്നും ചെയ്യണ്ട. തെറ്റുകളൊക്കെ തീർത്തു ഞങ്ങളെ കാത്തിടേണ ദൈവം. സ്വന്തമാവണം അന്നവസ്ഥാതി മുട്ടാതെ തന്നെ വിശ്വസിച്ചു ഞങ്ങളെ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. ചേട്ടനാണ് അത് തിന്നാൻ പോണ ആള്. വാലും തലയും ഒക്കെ ചേട്ടൻ തന്നെ കഴിക്കാൻ പോണ. ഞാനങ്ങനെ ഭാഗ്യന്റെ ഒപ്പം കൊഴുവ നന്നാക്കാൻ ജോയിൻ ചെയ്തു. നമ്മുടെ ഇവിടെ അറിയാലോ അത്യാവശ്യം മലയോര പ്രദേശമാണ്. അത് കാരണം കൊണ്ട് അങ്ങനെ ടൗണിൽ എന്തുട്ട് മീൻ വെള്ളത്തിൽ കുളിപ്പിച്ചുള്ള ഭാഗ്യാണ് നിങ്ങള്. കുളിക്കാതല്ലേ നമ്മുടെ ഫെസിലിറ്റീസ് ഒക്കെ പരിമിതാണല്ലോ കേട്ടാ. കുറച്ചും കൂടെ നീങ്ങിയാൽ നമുക്ക് എല്ലാം ഉണ്ട്. പക്ഷേ പരിമിതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉമ്മർക്കും ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ മനസ്സിൽ ഒതുങ്ങി ഇത്തിരി അകലെ നിൽക്കണതാണ് എനിക്കിഷ്ടം. നമുക്ക് ഒരു അരമണിക്കൂർ ഡ്രൈവിലെല്ലാം ഉണ്ട്. തൃശ്ശൂർക്ക് എത്താൻ അരമണിക്കൂർ മതി നമ്മുടെ വണ്ടിയിൽ. ഇവിടെ ഏറ്റവും സമാധാന അന്തരീക്ഷമാണ്. അല്ല ഞാൻ പറഞ്ഞതേ നമുക്ക് കൊഴുവ കിട്ടിയ കാര്യം പറഞ്ഞേ. മീൻ കിട്ടണമെങ്കിൽ നമ്മളൊരു 3 കിലോമീറ്റർ പോകണം.
വണ്ടി ഓടിച്ചു പോകണം. ഇവിടെ വരുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 കിലോമീറ്റർ വണ്ടി. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ വരുന്നുണ്ട് പറഞ്ഞില്ല, ആ വന്നേന്ന് മേടിച്ചതെന്ന് പറയാനാണ് ഇത്രയധികം വിശദീകരണം ഉണ്ടായത്. ഞാൻ വിചാരിക്കും നമ്മുടെ നാടിനെ കുറ്റം പറയാൻ പോകുന്നത്. അല്ല, നമുക്ക് ഇവിടെ കുറ്റം എന്താ പറയണേ, ഞാൻ എന്റെ നാടല്ലേ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു ഓട്ടർഷ ചേട്ടൻ പോവും, പിന്നെ ചാളൊരു കിലോ അതിലൊരു കിലോ അത് പറഞ്ഞിട്ട് 100 കിലോ കൊഴുവ 1 കിലോ. പക്ഷെ ഇന്നലെ മിനിഞ്ഞാന്ന് ചാള മേടിച്ചു 100 രൂപ എന്ന് പറഞ്ഞിട്ട്. ഈ കൊഴുവേക്കാളും ഇത്തിരി കൂടെ വലുപ്പുണ്ടായല്ലോ. ഞാൻ നിന്ന് നന്നാക്കി, ഞാനത് ആസ്വദിച്ച് തിന്നാന്ന് വെച്ചപ്പോ ടേസ്റ്റും ഇല്ല. അപ്പൊ കുഞ്ഞ ചാള കണ്ടു കഴിഞ്ഞാൽ ആരും മേടിക്കണ്ട. തീരെ വീട് പണിയൊക്കെ കഴിഞ്ഞു, നല്ല വീടാണ്. പെട്ടെന്ന് കഴിഞ്ഞു. പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ 5-6 മാസം, 6-8 മാസമായി. 6 മാസം കൊണ്ട് കഴിഞ്ഞു. ഫെബ്രുവരിയിലാണ് നമ്മൾ തറക്കല്ലേ. ഞായറാഴ്ച താമസിക്കാൻ പോവായത്. അവിടെ അമ്മയ്ക്ക് തീരെ വയ്യ, അതുകൊണ്ട് നമ്മള് കുറ്റൂശൊന്നും വലിയ കാര്യമായിട്ട്, നമ്മുടെ ഇവിടെ കുറ്റൂശാന്ന് പറയാ, ഹൗസ് വാങ്ങുന്നത് വലിയ കാര്യമായിട്ട് നടക്കണില്ല. പച്ചക്കറി നമ്മൾ KMB സ്പോൺസർ ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ അമ്മ എടുത്തോണ്ട് പോകുന്നു. എന്തായാലും സ്പോൺസർ ആയിക്കോട്ടെ. അവിടെ KMBയുടെ സെൽഫ് പ്രൊമോഷൻ KMB ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ, പുതിയത്. നമുക്ക് ഓണത്തിന് എല്ലാവരും വരാം. അതാ ഞാൻ പറഞ്ഞു തരുന്നത്. KMB നിങ്ങൾക്ക് ഞാനൊരു KMB ടൂർ ഉടനെ ചെയ്യുന്നതാണ്, വിപുലീകരിച്ച് ഒന്നും കൂടെ ഓണായിട്ട്. നമ്മളെന്നെ KMBയിലുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് തൃശ്ശൂരുള്ള ഏറ്റവും വലിയ പച്ചക്കറി സ്വയം ബുക്കാണ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പച്ചക്കറി കടയിലാണ് എന്നൊക്കെ പറഞ്ഞത്. ഭാഗ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ KMB കുറച്ചും കൂടി വലുതാക്കിയിട്ടുണ്ട്. ഞാനൊരു സെൽഫ് പ്രൊമോഷനായിട്ട് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും ശ്രീജ ഇങ്ങനെ സ്വയം പൊക്കി പറയണം, ഇതൊക്കെ ഞാനല്ലാണ്ട് പിന്നെ ആരാ പറയാ, എന്നെ കുറിച്ച് നല്ലത് ഞാനല്ലാണ്ട് പിന്നെ നാട്ടുകാർ പറയും. അത് കാരണം എനിക്ക് അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ വലിയ സങ്കടമൊന്നും തോന്നാറില്ല. എന്നെ കുറിച്ച് ഇത്തിരി പൊക്കി പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വേണം. നമ്മളെല്ലാവരും നമ്മളെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്, അല്ലാണ്ട് വേറെ ആരും പറയില്ലടോ. അങ്ങനെ നമ്മൾ ഇഞ്ചമ്പുളി ഉണ്ടാക്കണം. ഇഞ്ചമ്പുളി വെച്ചാൽ പുളിഞ്ചി, നമ്മുടെ ചേച്ചിയുടെ വീടിൻ്റെ ഫംഗ്ഷന് പുളിഞ്ചി അച്ചാർ ഞാനാണ് ഏറ്റിരിക്കുന്ന ആൾ. അപ്പം ഞാനത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഭാഗ്യനെ കൊണ്ട് തേങ്ങ കൊത്തിക്കുകയാണ് കേട്ടോ. വലിയ നല്ല കഠിനമായ പടികളൊക്കെ ഭാഗ്യം നമുക്ക് ചെയ്തു തരും. പിന്നെ ഭാഗ്യം നന്നാക്കി തന്ന കൊഴുവ നമുക്ക് വറുത്തെടുക്കാം. ഇന്ന് വെറുതെ കൊഴുവയും പിന്നെ കാലത്ത് കൊണ്ടുപോയ കടലുപ്പേരിയും മാത്രമാണ് നമുക്ക് വൈകുന്നേരത്തേക്ക് ഉള്ളത്. പിന്നെ എന്തെങ്കിലും മീൻ വറുത്തതുണ്ടെങ്കിൽ ശ്രീകുട്ടനും ഭാഗ്യനും ആവശ്യത്തേക്ക് വേറെ ഒന്നും വേണമെന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരത് വേറെ എന്തെങ്കിലും കറികൾ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരത് കഴിക്കൂല. പിന്നെ അച്ചാറുണ്ടായിരുന്നു, കൊഴുവ വറുത്തതുണ്ടായിരുന്നു, കാലത്തെ കടലുപ്പേരി ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ വൈകുന്നേരത്തെ ഫുഡ് എന്ന് പറയുന്നത്. അച്ഛനും മോനും കൂടി അവിടെ എന്തോ അൽത്തൂലത്ത് പണിയില്ല, നമുക്ക് പോയി നോക്കാം കേട്ടോ. അത്താണ് ഇപ്പൊ ഭാഗ്യൻ തറ കെട്ടാൻ പോവാ. നമ്മുടെ ഇവിടെ അത്തത്തിന്റെ സമയത്ത് തറ കെട്ടും. ഞാൻ കഴിഞ്ഞ കൊല്ലം കെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ ഇക്കൊല്ലം തറ കെട്ടാൻ പോവാ ഭാഗ്യൻ. പൂത്തറ മതില് കെട്ടാൻ കൊണ്ടുവന്ന കട്ടയില് ബാക്കിയുള്ള കാരണം നമുക്ക് ഇങ്ങനത്തെ ഉപയോഗങ്ങൾ നടക്കും. മതില് കെട്ടല് നമ്മൾ സാമ്പത്തിക പരാധീനതകൾ മൂലം പാതി വഴിയിൽ നിർത്തിവെച്ചിട്ടാ. ഇനി പുനരാരംഭിക്കണം. ഓണൊക്കെ കഴിഞ്ഞ് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. ഓണായിട്ട് പഞ്ഞം പാടല്ലേ ഭാഗ്യാന്ന് ഞാൻ. 6 കെട്ട മതി നമുക്ക്. മതി മതി. പൊട്ടിക്കാനായിട്ട് നട്ടത് പൂത്തട്ടില്ല. അയ്യോ 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 അയ്യോ. ചെട്ടുപല്ലി പാടത്തില് പൂവ് മുട്ട് വന്നു. നമ്മുടെ ചെണ്ടുമല്ലിപ്പാടേ ഏകദേശം പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ വിരിയില്ല. അത് ഓണാകുമ്പോഴേക്കും വിരിയില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ തൃശ്ശൂരത്തെ ഒരു ട്രഡീഷനാണ് കള ഉണ്ടാക്കുക. അതിൻ്റെ നടുവിൽ ഇതുപോലെ നമ്മളൊരു പൂത്തറ കിട്ടുക എന്നുള്ളത്. അത്തം തൊട്ട് 10 ദിവസം വരെ നമ്മൾ പൂത്തറ കിട്ടും കേട്ടോ. പൂത്തറ ഇങ്ങനെ മണ്ണിലാണ് പണ്ടൊക്കെ ചെയ്തെടുക്കാറുള്ളത്. ഇപ്പം നമുക്ക് കുറച്ചും കൂടി സൗകര്യം അനുസരിച്ച് നമ്മുടെ രീതിയിൽ ചെയ്യാമെന്ന് മാത്രം. കളിമണ്ണും ചാണകവും കുഴച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊത്തി നമ്മൾ പൂക്കളൊക്കെ ഇട്ടിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഭാഗ്യൻ്റെ മണ്ണൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ചാണകം നമുക്ക് പാല് തരുന്ന ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് പോയി എടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മുടെ തുളസിക്ക് ഇരിക്കട്ടെ. തുളസിയാണ് അവിടെ ഇരുന്നത് നടയിൽ. നമുക്ക് കുറച്ച് ഏരിയ എങ്ങനെ നമ്മൾ ടൈല് ഇടാം എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു രീതിയിലുള്ള എന്താടാ പറയുന്നത് പൂത്തറ കിട്ടുന്നത്. എല്ലാ കൊല്ലം ഭാഗ്യനാണ് സഹായിക്കാറ്. ഇക്കൊല്ലം ഭാഗ്യം സഹായിച്ചു. കഴിഞ്ഞ കൊല്ലം നമ്മളാ തോന്നുന്നില്ല കിട്ടിയേ.
വൈകുന്നേരം ആകുമ്പോൾ ഈ ചീവീടുകളുടെ ശബ്ദം കണ്ട അതിങ്ങനെ അങ്ങോട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ഏകദേശം അതിനൊരു സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മുകളിൽ മുഴുവൻ മണ്ണ് ഇങ്ങനെ തേച്ച് കൊടുക്കുക, 4 സൈഡിലും തേച്ച് കൊടുക്കുക. അപ്പോൾ ഒരു മണ്ണിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപത്തിലേക്ക് എത്തുമല്ലോ. അതാണ് നമ്മുടെ പ്ലാൻ. ഇനി അത്തം തൊട്ട് 10 ദിവസം വരെ നമ്മൾ ഇതിൽ തന്നെയാണ് ചെയ്യുക. നമുക്ക് മഴയില്ലെങ്കിൽ ഇവിടെ തന്നെയാണ് ഓണം വെക്കുക കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് തറ കെട്ടി തന്നു ഭാഗ്യം. ഞാനാണെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂർ ഇരിക്കേണ്ടി വന്നേന്ന്. ശ്രീകുട്ടൻ ഭാഗ്യനോട് ചോദിക്കായിരുന്നു, അച്ഛൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞ ശ്രീകുട്ടനോടെ വലുതാകുമ്പോൾ അമ്മയുടെ മോൻ ഇങ്ങനെയൊക്കെ ചെയ്തോളോട്ടാ, ഇത് നിനക്ക് കാണാൻ വേണ്ടിയിട്ടും നിന്റെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ചെയ്തു തരണേന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ശ്രീകുട്ടൻ ചോദിക്കുക അച്ഛൻ്റെ അടുത്ത്, അച്ഛൻ ഇങ്ങനെ ചെയ്യാറുണ്ട് അച്ഛാന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു വാക്ക് തന്നെ വല്ലാണ്ട് ഇങ്ങനെ ഇല്ലേ പൊന്നു, അമ്മ വന്നപ്പോൾ തന്നെയാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്ന് പോലും അറിഞ്ഞത്. ഈ ഒരു പരിപാടി വീട്ടിലത്തെ ആണുങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമാണ്. നമ്മുടെ നാട്ടിലല്ല, നമ്മുടെ വീട്ടില്. ഏട്ടാ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണം വരാൻ പോവാണ്. നാളെ അത്തം. നമുക്ക് പച്ചക്കറി കടയായതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ സന്തോഷമല്ലേ. നമ്മളെല്ലാവരെയും ഓണം ആഘോഷിപ്പിക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യാണ്. അതാണ് നമ്മുടെ ജീവിതമാർഗവും. തിരുവോണത്തിന് വരെ നമ്മുടെ കട തുറക്കൂട്ടാ. അത് ചില സ്റ്റാഫൊക്കെ നല്ല സ്റ്റാഫുള്ള കാരണമാണ്. അപ്പോൾ അതൊക്കെ വലിയൊരു ഓർമ്മയിലേക്ക് അങ്ങോട്ട് നിൽക്കട്ടെ അല്ലേ. നമ്മുടെ മക്കളും വലുതാവുമ്പോൾ അങ്ങനെ ഓണമൊക്കെ അല്ലെങ്കിൽ അവർ മറന്നു പോയി ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തന്നെ. അപ്പോൾ അത് മൂടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പുളിഞ്ചി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പുളിഞ്ചിയും നാരങ്ങയും ഞാൻ ഉണ്ടാക്കണതിൻ്റെ കാരണേ ഇതാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാമല്ലോ, കേടാവില്ലല്ലോ. അപ്പോൾ എൻ്റെ സമയം അനുസരിച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് അച്ചാറുകൾ 1-2 ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഷൂട്ടിൻ്റെ ആവശ്യത്തിനായാലും അതുപോലെ തന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നതേ നമ്മുടെ കുക്കിങ്ങിന് ഭയങ്കരമായിട്ട് സമയം ലാഭത്തിലേക്ക് എത്തിക്കും. ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ നല്ല നാടൻ പച്ചമുളകും ഉപ്പും വെളിച്ചെണ്ണ ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചു കൊടുക്കും. എനിക്കിങ്ങനെ ക്വാണ്ടിറ്റി എന്നൊന്നും ഇല്ല കേട്ടോ, എത്ര അളവ് അങ്ങനെയൊന്നും ഇല്ല. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല അളവിൽ അങ്ങോട്ട് എടുക്കുന്നു മാത്രം. പിന്നെ ഇച്ചിരി ചേർത്താൽ മതി, ഒരു പൊടിക്ക് 1 സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചാറൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അത് വലിയ പേസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ ഉപ്പിടാൻ കാരണം കൊണ്ട് നമുക്ക് 2 ആഴ്ചയൊക്കെ പുറത്ത്, 2 ആഴ്ച 2 മാസം അത് പുറത്തേക്കും, 6 മാസമൊക്കെ ഫ്രിഡ്ജിലിരിക്കും ചെയ്യും കേട് കൂടാതെ. നല്ല പ്രിസർവേറ്റീവ് അല്ല ഉപ്പ്. അങ്ങനെ നാളികേരം നമ്മൾ ഇട്ടിട്ടാണ് നമ്മുടെ പുളിഞ്ചി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇങ്ങനെയല്ല ശ്രീ പുളിഞ്ചി ഉണ്ടാക്കുക എന്നുള്ള നമ്മുടെ കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. ഇവിടെ എങ്ങനെയാണ് പുളിഞ്ചി ഉണ്ടാക്കാന്ന്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നാളികേരം കടിക്കുമ്പോൾ. പിന്നെ പുളിഞ്ചിക്ക് ഭയങ്കര ടേസ്റ്റാണെന്നൊന്നും ഞാൻ അഭിപ്രായം പറയണില്ല, ഞാനാണ് ഉണ്ടാക്കണ ആളെ. എന്നാലും എനിക്കിഷ്ടമാണ് എൻ്റെ പുളിഞ്ചി. അങ്ങനെ നമ്മൾ എന്താ ചിരിയുന്നില്ലേ, വയ്യാണ്ടായിട്ടുള്ള ചിരിയാണ് അത്. അതേ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ കുറച്ചിങ്ങനെ നന്നായിട്ട് ചോപ്പറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നാളികേരം നമ്മൾ വറുത്ത് കോരി വെച്ചതിൽ വറുത്തിങ്ങനെ ഒരു നല്ലൊരു റെഡിഷ് കളർ വരില്ല, അപ്പോഴാണ് കേട്ടോ നമ്മളത് കോരി വയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ കടുകും ഉലുവയും വറ്റൽമുളകും വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മൾ പൊട്ടിക്കും. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ആവും. അത് നന്നായിട്ട് എന്താ പറയുക, നല്ല ഇങ്ങനെ ഗോൾഡൻ കളർ ആവുമ്പോൾ നമ്മൾ ചോപ്പറിൽ അടിച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കും. അപ്പം അതിൽ ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുള്ളൂ. നമ്മളങ്ങനെ എല്ലായിടത്തെയും പോലെ തന്നെ ഇഞ്ചിക്കറി അല്ലെങ്കിൽ ഇഞ്ചമ്പുളി എന്ന് അങ്ങനെ ഒരു രീതിയിലല്ല ഉണ്ടാക്കണം. പിന്നെ ഞാൻ കുറച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഈ വയറ്റിലേക്ക് പോയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒന്ന് പെട്ടെന്ന് ദഹിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അതും കുറിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചി ചിലർ കടിച്ചങ്ങോട്ട് തുപ്പും, ഇതാകുമ്പോൾ കടിച്ച് തുപ്പില്ലല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും അതിൻ്റെ ഉള്ളിൽ കാശ്മീരി ചില്ലിയും ഒരു 1.5 സ്പൂൺ കാശ്മീരി ചില്ലി, ഇപ്പോൾ ഒരു ചെട്ടി മുഴുവൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടു, ഒരു 2 കുഞ്ഞു ടീസ്പൂൺ, ഒരു എന്താ പറയുക കുട്ടി ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് കായവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, നമ്മൾ ഉലുവ മുമ്പ് പൊട്ടിക്കുമ്പോൾ ഇട്ടല്ലോ, അത് കാരണം അത് ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പിഴുപുളി ഉണ്ടല്ലോ, അത് നന്നായിട്ട് കൈ കൊണ്ട് ഉടച്ച് അത് ഫുള്ളും അതിലേക്ക് ഇട്ട് കൊടുത്തു. കുരുവൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ അതിൻ്റെ ഒരു ചണ്ടി പോലെ സംഭവം വരില്ല, അതിനെ പിഴിഞ്ഞിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിൽ നല്ല പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മറയൂർ ശർക്കര മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാകുമ്പോൾ നമുക്ക് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതായത് പൊടിച്ചരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി പൊടിച്ച് അരിച്ച് വെച്ചിട്ടുണ്ടെന്ന് അവർ പാക്കറ്റുമ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തപ്പോൾ അതിങ്ങനെ ലൂസായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ നമ്മുടെ വറുത്തരിപ്പൊടി ഉണ്ടല്ലോ അതൊന്ന് കുറുക്കും, എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. പെട്ടെന്ന് അങ്ങോട്ട് കുറുതായി കിട്ടും കേട്ടോ, മണിക്കൂറുകളോളം ഇതിങ്ങനെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അടിപൊളി നമ്മുടെ പുളിഞ്ചി റെഡിയായി. തൃശ്ശൂർക്കാരൻ ഇഞ്ചമ്പുളി. ഇന്നത്തെ ദിവസത്തെ പ്രയാണം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇഞ്ചമ്പുളി ഉണ്ടാക്കി കഴിഞ്ഞു. ടേസ്റ്റ് ചെയ്യാനാ വിളിച്ചേ? ചൂടുണ്ട, നല്ല ചൂടുണ്ട്. തളക്കില്ലാണ്ടില്ലേ? വേണ്ട, ഞാൻ നേരത്തെ ഇളക്കാൻ വന്നപ്പോൾ ടേസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത്തിരി കൂടി ചോറ് തന്നെയെന്ന് പറയാം. A class.
വെറുതെ നന്നായിട്ട് പത്തിലല്ലേട്ടാ. നന്നായിട്ട് പറയാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഏകദേശം ഇന്നത്തെ ദിവസം കഴിഞ്ഞു. നാളത്തെ ദിവസവുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.